അതിരാവിലെ തുമ്പന് സന്തോഷം കൊണ്ട് ഇരിക്കപ്പുറതി ഇല്ലാതായി. ഹായ്, ചാട്ടത്തിൽ ജമ്പനുള്ള ലോക റെക്കോർഡ് തകർന്നു. ഇംപോസിബിൾ. ദേ, ഹെയ്ത്തിയിൽ ഒരുത്തൻ നിന്ന നിൽപ്പിൽ 30 മീറ്റർ മുകളിലേക്ക് ചാടി. സംശയമുണ്ടെങ്കിൽ ദേ ഫോട്ടോ നോക്ക്. നീ എന്നെ ഫൂളാക്കുകയോ അല്ലേ? എടാ, ഇത് അവിടെ ഉണ്ടായ മാത്യു ചുഴലിക്കാറ്റിൽ ഒരുത്തൻ പറന്നു പോകുന്ന ഫോട്ടോയാ. ഓ, ഇപ്പോ ഒബാമ വിളി തുടങ്ങും. ചുഴലിക്കാറ്റിൽ നശിച്ചതൊക്കെ ഞാൻ ചെന്ന് വേണം പുനഃസ്ഥാപിക്കാനെന്നും പറഞ്ഞ്. എന്നാ ഞാനും വരാം. പെട്ടെന്ന് കതകിൽ മുട്ട്. വാട്ട്? ഭീകരർ ഫാൾ ഡൗൺ? കതക് തുറക്ക്, എന്നിട്ട് മതി പല്ലി വീണതുപോലെ കമിഴ്ന്ന് കിടക്കാൻ. കതക് തുറന്നപ്പോൾ ജമ്പന്റെ ബാല്യകാല സുഹൃത്ത് ചേരപ്പൻ കോൺട്രാക്ടർ. ഹായ്. ഹായ്. ജമ്പൻ ഇത്ര ഉന്നതിയിൽ എത്തിയിട്ടു ബാല്യകാല സുഹൃത്തിനെ മറന്നില്ല. ഹായ് ജമ്പ. ഹായ് ചേര. ജമ്പ, ഞാൻ ആകെ വിഷമത്തിലാണ്. ഞാൻ വേണമെങ്കിൽ ഒബാമയോട് പറയാം. അവിടെ മാത്യു ചുഴലിക്കാറ്റിൽ തകർന്ന കെട്ടിടങ്ങൾ നിർമ്മിക്കുന്ന പണി കിട്ടും. അതിനല്ല ഞാൻ വന്നത് ജമ്പ. ഹലോ, ഒബാമയല്ലേ? ഞൊടിയിട കൊണ്ട് കെട്ടിടം പണിയുന്ന ഒരു കരാറുകാരനെ എനിക്കറിയാം. ജമ്പ, ഞാൻ നിർമ്മിച്ച കെട്ടിടങ്ങളും പാലങ്ങളും പൊളിഞ്ഞു വീഴാറായെന്നാണ് കേസ്. കൂട്ടുകാരനാണെങ്കിലും അഴിമതിക്ക് കൂട്ടു നിൽക്കാൻ ജമ്പന് കിട്ടില്ല. സോറി ചേരു, എനിക്കല്പം തിരക്കുണ്ട്. മാത്യു കാറ്റ് പോലൊന്ന് കേരളത്തിൽ കാറ്റടിച്ചാൽ എന്തു ചെയ്യണമെന്ന് സർക്കാരിന് സുരക്ഷാ ക്ലാസ് എടുത്തു കൊടുക്കണം. പിന്നെ കാണാം. എന്തു ചെയ്യും? ഞാനൊരു സുരക്ഷാ വിദഗ്ധനായിപ്പോയില്ലേ? എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണം. അമേരിക്കയിൽ എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു തരാം. അതിവേഗം ആൾക്കാരെ ഒഴിപ്പിക്കും. അതിനിവിടെ എല്ലാം ഇട്ടെറിഞ്ഞിട്ട് പോകാൻ ജനം തയ്യാറാകണ്ടേ? നമുക്കേ പക്ഷികളുടെ സ്വഭാവമാറ്റം ശ്രദ്ധിക്കണമെന്നങ്ങ് തട്ടിവിട്ടാലോ? വെറുതെ ചളമാക്കണ്ട, അതെല്ലാവർക്കും അറിയാം. ആ, അതു നേരാ. നീ വരുന്നെന്ന് കേട്ടാൽ കോഴികൾ ജീവനും കൊണ്ട് ഓടുമല്ലോ. ഓ, ശമാശ ദുരന്തം വരുന്നെന്ന് കേട്ടാൽ എത്രയും വേഗം മനുഷ്യരെ ഒഴിപ്പിക്കുന്നതിലാണ് വിജയം. ബോസിന്റെ ഫ്രണ്ട് ചേരപ്പൻ കോൺട്രാക്ടർ പണിതിട്ട് പൊളിഞ്ഞ പാലങ്ങൾ എത്ര, കെട്ടിടങ്ങൾ എത്ര? പാലം 25, കെട്ടിടം 30. മാത്യു കൊടുങ്കാറ്റ് പോലൊരു ദുരന്തം വന്നാൽ വേഗത്തിൽ ആളൊഴിഞ്ഞു പോകുന്ന ഒരു വഴി പറഞ്ഞു തരാം. ചെവി ഇങ്ങ് തരൂ. സൂപ്പർ. അതിവേഗം പൊതുസ്ഥലത്തു നിന്ന് ആളെ ഒഴിവാക്കാൻ പറ്റിയ തന്ത്രം. വേറെ കഥയൊന്നുമില്ല, കോഴി വാങ്ങിത്തരണം. പോലീസ്, ഫയർഫോഴ്സ് എന്നിവർ അറിയാൻ. മാത്യു കൊടുങ്കാറ്റ് പോലൊരു കാറ്റ് കേരളത്തിൽ വരുമെന്നറിഞ്ഞാൽ ഇങ്ങനൊരു ബോർഡ് കെട്ടിടങ്ങളിൽ ഉടനടി സ്ഥാപിക്കുക. പിന്നെ ഒറ്റയൊരുത്തനും ആ കെട്ടിടത്തിന്റെ പരിസരത്ത് നിൽക്കില്ല.